ജീവൻ എന്ന് പറയുന്നത് ഈ പരമാത്മാവിന്റെ അംശങ്ങളായിട്ട് നിൽക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. അതിന്റെ ഒരു റൊട്ടേഷൻ അല്ലേ സത്യത്തില് ജനനവും മരണവും എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കും, നമ്മൾ എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് മരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആലോചിച്ചത് നമുക്ക് പറയാൻ പറ്റും. ഓഷോയുടെ ഒരു പുസ്തകത്തില് പറയുന്ന ഒരു കാര്യമില്ല, നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത് എന്നൊരു ചോദ്യം. നമ്മളൊക്കെ പറയും നമ്മളുടെ അമ്മ പ്രസവിച്ചപ്പോൾ നമ്മൾ ജനിച്ചു. സത്യത്തിൽ അതൊരു മരണമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ മരണപ്പെടുമ്പോൾ ഭൂമിയിലേക്ക് ജനിക്കപ്പെട്ടു എന്നായിരുന്നു. അതിനു മുൻപ് നമ്മൾ ഉണ്ടായിരുന്നില്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ജീനിൽ നമ്മൾ ഉണ്ടായിരുന്നു. അതിനു മുൻപ് നമ്മൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴും നമ്മൾ സയൻസായിട്ട് നോക്കിയാൽ പോലും വീണ്ടും നമ്മൾ അതിന്റെ പുറകിലേക്ക് പോകേണ്ടി വരും. അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ ആ കോശങ്ങൾ, ആ ജീൻ, ആ സെൽ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും അതിന്റെ പുറകിലേക്ക് അവർ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് വരെ പോകേണ്ടി വരും. ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മൾ ഈ തുടങ്ങിയ മണ്ണിലേക്ക് പോകേണ്ടി വരും. മണ്ണുകൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചു എന്ന് ചില മതവേദ പുസ്തകങ്ങൾ പറയുന്നതിൽ ഞാൻ എതിർക്കാത്തതാണ്. നമ്മൾ എല്ലാം മണ്ണായി തീരേണ്ടവരും മണ്ണിൽ നിന്ന് തന്നെ പുനർജനിക്കുന്നവരുമാണ്. ഇതിന്റെ റൊട്ടേഷൻ, ജനനവും മരണവും ഇങ്ങനെ സെക്കൻഡ് വെച്ച് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ഈ ഭൂമിയിൽ സകല ജീവജാലങ്ങളുടെയും ജനനവും മരണവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിനകത്ത് ഒരു നിയാസ്, ഒരു നവാസ്, ഒരു സുരേഷ്, ഒരു വിജയേട്ടൻ, ഒരു ജയദേവൻ, ആര് നോക്കാനാണ്? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആര് നോക്കാനാണ്? അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മളിവിടെ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നുള്ളൊരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആത്യന്തികമായ നമ്മൾ എന്ന് പറയുന്ന ആ ജീവൻ ഇവിടെ തന്നെ നിൽക്കുന്നു. അതിന്റെ രൂപമാറ്റങ്ങൾ ഇങ്ങനെ സയൻസ് തന്നെ പറയുന്നത് എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് പുറകിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നത്